നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കടുപ്പം കുറച്ച് എന്ന ചർച്ചയിലേക്ക് സ്വാഗതം. കരയിലെ പോലെ തന്നെ കടലിലും ഉഷ്ണതരംഗം ശക്തമാകുന്നത് മത്സ്യലഭ്യത നന്നായി കുറച്ചിട്ടുണ്ട്. കനത്ത ചൂടിൽ കടലിൽ നിന്ന് മീൻ കിട്ടാതായതോടെ 3 മാസങ്ങളോളമായി വറുതിയിലാണ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ. ചൂട് കൂടിയതോടെ തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് മീനുകൾ കൂട്ടത്തോടെ ആഴം കൂടിയ ഉൾഭാഗങ്ങളിലേക്ക് നീങ്ങിയതാണ് മത്സ്യലഭ്യത ഗണ്യമായി കുറച്ചത്. വരുമാനമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ വലയുന്നതിനൊപ്പം ഹോട്ടൽ മേഖലയെയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മത്സ്യവിഭവങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് കച്ചവടം നടത്തിയിരുന്ന ഹോട്ടലുകൾക്ക് ഇത് തിരിച്ചടിയായിട്ടുമുണ്ട്. അയല, മത്തി, കിളിമീൻ പോലെ ദിനംപ്രതി നമ്മൾ സാധാരണക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മീനുകൾ കിട്ടാതായതോടെ ചെറുകിട മത്സ്യവ്യാപാരികളും പ്രതിസന്ധിയിലാണ്. ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പം അതിഥികളായി ചേരുന്നത് കേരള യൂണിവേഴ്സിറ്റി അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പ് മേധാവിയും അധ്യാപകനുമായ ഡോക്ടർ എ ബിജുകുമാർ, ഒപ്പം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധി ജി ജയപാൽ എന്നിവരാണ്. രണ്ടുപേർക്കും സ്വാഗതം. പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ ഡോക്ടർ ബിജുകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ ബിജുകുമാർ, നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 3 മാസക്കാലം ആയി ഈ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞിട്ടും ഇത് മത്സ്യത്തൊഴിലാളികളെ അടക്കം വളരെ സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടും അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതം വറചട്ടിയിലായി ഇരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഈ ചൂട് കൂടിയതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി മുതൽ തന്നെ, അതായത് ഈ ചൂട് ഇത്രത്തോളം വർദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ, ആ ഒരു വേനൽക്കാലത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പക്ഷേ ഈ മത്സ്യലഭ്യത കുറഞ്ഞത് ഒരു വിഷയമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ചൂടിൻ്റെ വർധനവ് അത് എത്രത്തോളം മത്സ്യസമ്പത്തിനെ ബാധിച്ചിട്ടുണ്ട്? അതെങ്ങനെയാണ് ഇതിൽ പ്രതിഫലിച്ചിരിക്കുന്നത്? കേരളത്തില് ഈ മത്സ്യസമ്പത്തില് പ്രത്യേകിച്ച് നമുക്ക് വളരെ സാധാരണമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന മത്തി, അയല ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ ലഭ്യതയിലുള്ള കുറവ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിരുന്നത് തീർച്ചയായിട്ടും കാലാവസ്ഥാ മാറ്റം ഒരു കാരണമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കാലാവസ്ഥാ മാറ്റം കടലിലുണ്ടാക്കുന്ന മറ്റ് പല മാറ്റങ്ങളുടെയും കൂടെ ആകത്തുകയാണ് ഈ മത്സ്യസമ്പത്തിലുണ്ടാകുന്ന പൊതുവായ കുറവ്. പ്രധാനപ്പെട്ട പ്രശ്നം ചൂട് കൂടുമ്പോൾ കടലിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം, കടല് ജലത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് ഈ ചൂടിനെ വളരെ പതിയെ ആഗിരണം ചെയ്യുന്നു, ചൂടിനെ വളരെ പതിയെ വിടുകയും ചെയ്യുന്നു. അപ്പൊ ആഗോളതലത്തിൽ തന്നെ ഭൂമിയിൽ ഉണ്ടാകുന്ന ചൂടിന്റെ നല്ലൊരു ശതമാനവും പിടിച്ചു വെക്കുന്നത് സമുദ്രങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമുദ്രങ്ങളിൽ ചൂടിങ്ങനെ കഴിഞ്ഞ ഈ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടായ കാലം മുതൽ തന്നെ വളരെ മെല്ലെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ മൊത്തത്തിലുണ്ടായ വർധനവ് 1 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ പോലും, 1 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ പോലും ഇത് ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ വ്യാപകമാണ്. അപ്പോൾ 2-3 പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. ഒന്ന്, ചൂട് കൂടുമ്പോൾ കടലിനെ ഓക്സിജൻ അല്ലെങ്കിൽ പ്രാണവായു സംഭരിച്ചു വെക്കാനുള്ള അളവ് വളരെ കുറയുന്നുണ്ട്. അത് കടലിന് പ്രധാനമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപരിതലത്തിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് വളരെ കേരളത്തിൽ ഏറ്റവും അധികം കിട്ടിക്കൊണ്ടിരുന്ന മത്സ്യങ്ങളെല്ലാം ഈ ചൂട് കുറഞ്ഞ മേഖലകളിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒന്നാമത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തില് ഓക്സിജൻ കുറവായ പുതിയ മേഖലകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഓക്സിജൻ കുറഞ്ഞ മേഖലകൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ പ്രദേശങ്ങളും മത്സ്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. മൂന്നാമത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് സമുദ്രങ്ങളിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ കൂടുന്നതുകൊണ്ട് തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുകയും വെള്ളം കൂടുതൽ അമ്ലരസമുള്ളതാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും പ്രശ്നങ്ങളാണ് കാലാവസ്ഥ കടലിലുണ്ടാക്കുന്ന പ്രകടമായ മാറ്റങ്ങൾ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, അതിനൊപ്പം തന്നെ ഈ എൽനിനോ പോലുള്ള പ്രതിഭാസങ്ങൾ നമുക്ക് മൊത്തത്തിലുള്ള ചൂട് വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ചും അറബിക്കടലിന്റെ ചൂട് കാര്യമായിട്ട് കൂട്ടുകയും മുമ്പ് എങ്ങും ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ, ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ചൂട് അറബിക്കടലിന് കൂടുകയും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യൂനമർദ്ദ മേഖലകൾ സൃഷ്ടിക്കപ്പെടുകയും ചൂട് കാറ്റുണ്ടാകുകയും ഹീറ്റ് വേവ്സ് ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാം മത്സ്യങ്ങളെ ഈ പ്രത്യേക മേഖലകളിൽ നിന്ന്, അത് കിട്ടിക്കൊണ്ടിരുന്ന മേഖലകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അപ്പോൾ നേരത്തെ കാലാവസ്ഥാ മാറ്റം പല മത്സ്യസമ്പത്തിന്റെയും അളവിനെ കാര്യമായി കുറച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് വേവ്സ് അതിന്റെ സ്വാധീനം വളരെ കൃത്യമായിട്ട് പഠിക്കപ്പെട്ടിട്ടില്ല. എന്നാലും അത് തീർച്ചയായിട്ടും കൂനിന്മേൽ കുരു എന്ന പോലെ കൂടുതൽ ചൂട് വെള്ളത്തിൽ കൂട്ടിയിട്ടുണ്ട്.
ഇതിന് പുറമെയാണ് ചൂട് കൂടുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഹീറ്റ് വേവ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന തിരമാലകൾ, പ്രത്യേകിച്ച് കള്ളക്കടൽ. അപ്പൊ അത് കൂടുന്നത് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ വളരെ വ്യാപകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് 60-ഓളം പ്രവൃത്തി ദിനങ്ങൾ ഈ തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം മൊത്തത്തിലുള്ള സമുദ്ര വിഭവ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാക്കി. അതെ, ഈ ലഭ്യത കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉപരിതലത്തിൽ വളരുന്ന മീനുകൾ, ഈ അയല, മത്തി പോലെയുള്ള ചെറുമീനുകൾ, നമ്മൾ സാധാരണക്കാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന മീനുകൾ, ഇവർ ഉൾക്കടലിലേക്ക് വലിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ ബിജു, അതായത് അവിടെ ഈ ഉൾക്കടലിലേക്ക് എത്തുമ്പോൾ അവിടെ ഇവർക്ക് വാസയോഗ്യമല്ലാത്ത ഒരു സാഹചര്യം കൂടി വരുന്നില്ലേ? അവരുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുന്നു, അതോടൊപ്പം ഇവരുടെ ഭക്ഷണം, അതോടൊപ്പം വളർച്ചയെ ഇത് ബാധിക്കുന്നു, അങ്ങനെ ഒരു വിഷയം കൂടി വരുന്നില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുമീനുകൾ, അവയുടെ ലഭ്യത അത് എന്നേക്കുമായി കുറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം അത് കൊണ്ടെത്തിക്കുമോ? അങ്ങനെ ഒരു ആശങ്കയുണ്ടോ മുന്നിൽ? ഇത് പണ്ട് ഈ മത്സ്യങ്ങൾ ലഭ്യമായിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അത് പിടിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഇത് ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അപ്പൊ മാറിപ്പോകുന്നത് കൊണ്ടുള്ള ആഴങ്ങളിലേക്ക് മാറുന്നു, അതുപോലെ തന്നെ ദൂരങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ താപനിലയിലുള്ള വർധനവും ഹീറ്റ് വേവ്സിന്റെ ഉണ്ടാകുന്നതിന്റെ ഒരു ആവർത്തി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൂരവ്യാപകമായ ഫലങ്ങൾ ഈ മത്സ്യലഭ്യതയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ലോകത്ത് മൊത്തമായിട്ടും അനുമാനിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഹീറ്റ് വേവ്സിന്റെ സ്വാധീനമൊക്കെ ഇപ്പൊ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓരോ മത്സ്യങ്ങളും അത് ചെലുത്തുന്ന സ്വാധീനങ്ങൾ ഇനി നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നമുക്ക് നേരത്തെ മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയുണ്ട്. അപ്പൊ അവിടെ ആ മേഖല തിരഞ്ഞെടുക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക കാരണമുണ്ട്. ആ കാരണമെന്ന് പറയുന്നത് വളരെ അടുത്ത് പോകാമെന്നും ഇന്ധനത്തിന്റെ ചെലവ് കുറവാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതൽ ദൂരങ്ങളിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തേണ്ടി വരും, കൂടുതൽ ആഴങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന്റെ രീതികൾ മാറ്റേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മത്സ്യം പിടിക്കുന്ന ചെലവ് അതെ തന്നെയാണ്. അതിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ആ ഒരു മീൻപിടുത്തത്തിന് പോകാൻ നേരം ഉണ്ടാകുന്ന ആ ഒരു വൻ ചിലവ്, അത് മത്സ്യത്തൊഴിലാളികൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇനി ആ ചെലവ് സഹിച്ചുകൊണ്ട് ഉൾക്കടലിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെയും അവർക്ക് അതിനുള്ള ലാഭം തിരികെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ പലരും ബോട്ട് എടുത്ത് പുറത്തേക്ക് പോകുന്നില്ല, ഉൾക്കടലിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നിലവിലത്തെ ഒരു സാഹചര്യം, അല്ലേ? അതെ. അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങളും കൂടി സംഭവിക്കുന്നുണ്ട്. അത് ഒന്ന്, ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ദൂരെ പോകുന്നതിന് മാത്രമല്ല, കടൽ കൂടുതൽ റഫാണ്, അപ്പൊ കൂടുതൽ വലിയ തിരമാലകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്ധനം ചെലവാക്കേണ്ടി വരുന്നു. അവരുടെ വള്ളവും വലയും പെട്ടെന്ന് കേടാകുന്നു. അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ വേറെയാണ്. ഇത് അവർക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയാണ്. അപ്പൊ ഇതെല്ലാം ഈ കാലാവസ്ഥയുടെ മറ്റ് പ്രത്യാഘാതങ്ങളായിട്ട് കൂടെ കണക്കാക്കേണ്ടി വരും. ഈ വലിയ തിരമാല എന്ന് പറയുമ്പോൾ സാർ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഈ കള്ളക്കടൽ പ്രതിഭാസം, അതിൻ്റെ ഒരു ഭീതിയുടെ മുഖത്താണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ഇന്ന് റെഡ് അലേർട്ട് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, അത് മാറ്റി ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പിലേക്ക് മാറിയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും രാത്രിയിൽ ഈ ഒരു കടലാക്രമണ സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഇനി അടിക്കടി പ്രതീക്ഷിക്കണമോ? ഈ മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനം അത് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായി നിൽക്കുകയും ഇത്തരത്തിലുള്ള കടൽക്ഷോഭങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള കടലാക്രമണങ്ങളും വലിയ തിരമാലകളും ഒക്കെ ഇനി അടിക്കടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അത്തരത്തിലുള്ള നാളുകളിലേക്കാണോ ഇനി നമ്മൾ പോകുന്നത്? തീർച്ചയായിട്ടും കള്ളക്കടല് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ അത് ഉണ്ടാകുന്നത് വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ചില തവണകളിലോ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കള്ളക്കടലിന്റെ അലേർട്ട് പല തവണയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. അത് ഒരുപക്ഷെ അറ്റ്ലാന്റിക്കിലുള്ള ഒരു ന്യൂനമർദ്ദമായിരുന്നു ഒരു സമയത്തെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ വിശദീകരിക്കാനാവാത്ത കാരണങ്ങൾ പോലും അതിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഹീറ്റ് വേവ്സ് കൂടുന്നതും ന്യൂനമർദ്ദ മേഖലകൾ സൃഷ്ടിക്കപ്പെടുന്നതും ഉഷ്ണക്കാറ്റിന്റെ അളവ് കൂടുന്നതും ഒക്കെ ഇതിന് കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവർത്തി തീർച്ചയായിട്ടും ഈ സമീപ കാലങ്ങളിൽ വളരെയധികം കൂടുന്നുണ്ട്. അത് ഈ കാലാവസ്ഥാ മാറ്റം ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ അത് ഇനിയും അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത.
തീർച്ചയായും. ശ്രീ ബിജു, ഞാൻ താങ്കളിലേക്ക് എത്താം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഈ ഒരു മത്സ്യവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വിപണനം നടത്തുന്നവരായിക്കോട്ടെ, ഹോട്ടൽ മേഖലയിലും ഒക്കെ ഇത് വളരെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ജി ജയപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജി ജയപാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ മത്സ്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് തീൻമേശയിൽ. അത് ഊണിനായിക്കോട്ടെ, ഇപ്പോൾ ഡിന്നറിനായിക്കോട്ടെ, എല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് പോലും മത്സ്യമില്ലാതെ കഴിക്കാത്ത മലയാളികളുണ്ട്. അങ്ങനെ ഒരു വലിയ സമൂഹമുണ്ട്. അപ്പോൾ ആ ഒരു മത്സ്യം ബ്രാൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ഹോട്ടലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ മത്സ്യത്തിൻ്റെ ലഭ്യതക്കുറവ് അത് ഈ ഹോട്ടൽ മേഖലയെ ആകെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സാർ, അൺമ്യൂട്ട് ചെയ്യാമോ? സാറിൻ്റെ ഓഡിയോ മ്യൂട്ടാണെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ സാർ. ഒരു നിമിഷം ശ്രീ ജയപാൽ, താങ്കളുടെ ഓഡിയോ ഇപ്പോഴും മ്യൂട്ടാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഇല്ല ശ്രീ ജയപാൽ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. വീണ്ടും ഞാൻ ശ്രീ ബിജുവിലേക്ക് പോവുകയാണ്. ശ്രീ ബിജു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കടി ഇത്തരത്തിലുള്ള കാലാവസ്ഥ പ്രതിഭാസങ്ങൾ, ഈ കള്ളക്കടൽ പോലെയുള്ള പ്രതിഭാസങ്ങൾ മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകും. ഇനി അങ്ങോട്ടുള്ള കാലാവസ്ഥ നമ്മൾ അത്തരത്തിൽ തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം അത് ഏത് തരത്തിൽ നമ്മൾക്ക് കൈക്കൊള്ളാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷയമാണ്. അത്തരത്തിൽ പരിഹരിച്ചു പോകാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഗ്ലോബൽ വാർമിംഗ് പോലെ വലിയൊരു വിഷയം ആണ് അതിന് മുന്നിലുള്ളത്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള പ്രതികൂല അവസ്ഥയെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും തടയിടാൻ അതെങ്ങനെ കഴിയും? ഈ മത്സ്യസമ്പത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇതിന് പല വശങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഒരു പെട്ടെന്നുള്ള ഒരു പരിഹാര മാർഗം ഇതിന് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ ലോകത്ത് കാലാവസ്ഥാ മാറ്റത്തിന്റെ കാരണക്കാരാരാണെങ്കിലും കൂടി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കുന്നത് മൂന്നാം ലോക രാജ്യങ്ങളിലെ സാധാരണക്കാരായ ആൾക്കാരാണ്. അത് കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ ദ്വീപ് രാഷ്ട്രങ്ങളിലകപ്പെട്ട ആൾക്കാരായാലും ശരി, മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളായാലും ശരി, ഇവർക്കാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആഗോള പ്രശ്നമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു പരിഹാര മാർഗം ഇതിലേക്ക് പറയുക എന്നുള്ളത് തികച്ചും ബുദ്ധിമുട്ടാണ്. ഉദാഹരണം ഈ വർഷം തന്നെ ലോകത്ത് ഏറ്റവും അധികം പിടിക്കുന്ന മത്സ്യം പെറുവിൽ ഉള്ള നെത്തോലി മത്സ്യം അല്ലെങ്കിൽ ആങ്കോവി എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റം കൊണ്ട് ഇപ്രാവശ്യത്തെ ഫിഷിംഗ് സീസൺ മുഴുവനായിട്ട് അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിഷ് സ്റ്റോക്ക് വീണ്ടും പുനർജനിക്കാനുള്ള ഒരു വഴി തേടുകയാണ്. മറ്റ് പല സ്ഥലങ്ങളിലും ഈ ഫിഷിംഗ് ഹോളിഡേയ്സ് അല്ലെങ്കിൽ മത്സ്യം പിടിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം അതിന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പല രാജ്യങ്ങളും നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്ന്, ഈ മാറുന്ന കാലാവസ്ഥയുമായിട്ട് എങ്ങനെ പരുവപ്പെടാം അല്ലെങ്കിൽ പൊരുത്തപ്പെടാം എന്നുള്ള ഒരു ചിന്ത വരേണ്ടുന്ന ഒരു സമയമാണ്. നമ്മൾ പല മുൻകരുതലുകളും എടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഈ ഇന്ത്യയിൽ നമ്മൾ പ്രത്യേകിച്ചും ഈ തീരദേശ മേഖലയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് തീരപ്രദേശങ്ങളിലെ ഉയർന്ന തിരമാലകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതായാലും ശരി, മത്സ്യത്തൊഴിലാളികൾ ഇതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായാലും ശരി, ആ മത്സ്യത്തിന്റെ അളവ് കുറയുന്നതായാലും ശരി, ഇതിനകത്ത് എങ്ങനെ ഈ മാറുന്ന കാലാവസ്ഥയിൽ ഈ കാലാവസ്ഥാ മാറ്റത്തിനൊരു പെട്ടെന്നൊരു പരിഹാരം ഈ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നമ്മൾ കാണണ്ട. ആഗോളതലത്തിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. 1.5 ഡിഗ്രി സെന്റിഗ്രേഡിന് താഴേക്ക് ചൂട് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് ലോകരാജ്യങ്ങളൊക്കെ പോകുന്നുവെങ്കിലും പലരും പറയുന്നത് അത് പെട്ടെന്ന് അല്ലെങ്കിൽ അത് സംഭവിക്കില്ല ഉടൻ തന്നെ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ, തീരദേശ മേഖലയിൽ എങ്ങനെ പൊരുത്തപ്പെടാം എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തകളാണ്. അത് തീർച്ചയായിട്ടും ഉയർന്ന തിരമാലകൾ, കടലാക്രമണം തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത്, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ടുള്ള ഇതിലേക്ക് വരിക. അതൊന്ന്, നമുക്ക് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒന്നാമത്തത് മത്തി എന്ന് പറയുന്ന മത്സ്യത്തിലാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ മൊത്തം കടൽ മത്സ്യ ഉൽപാദനത്തിന്റെ ഏതാണ്ട് 1/4 വരെ ഈ മത്തിയും അയലയും ആണ് സംഭാവന ചെയ്തിരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഈ കഴിഞ്ഞ വർഷം കുറച്ച് ഭേദമാണെങ്കിൽ പോലും
ഏതാണ്ട് 35% കുറവ് മൊത്തം മത്തിയുടെ ലഭ്യതയിൽ ഈ കടലിന്റെ ചൂട് അതിന്റെ ഒരു പ്രധാന ഇര മത്തിയാണ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും അതിന് ഒരു കാരണമാണ് ഈ കാലാവസ്ഥാ മാറ്റം അല്ലെങ്കിൽ ചൂട് കൂടുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു കാരണങ്ങളും കൂടിയുണ്ട്. അതും നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പലപ്പോഴും നമ്മൾ ഒരു കാരണത്തിലേക്ക് ഈ നമ്മുടെ പ്രശ്നങ്ങളെ ചുരുക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നവും കൂടി ഇവിടെ വരുന്നുണ്ട്. ഒന്നാമത്തത്, കാലാവസ്ഥാ മാറ്റം കൊണ്ട് ഉപരിതലത്തിൽ ചൂട് കൂടുന്നത് കൊണ്ട് മത്സ്യങ്ങൾ പല സ്ഥലങ്ങളിലേക്കും മാറിപ്പോകുന്നുണ്ട്. ഉദാഹരണം, കേരളമാണ് ഏറ്റവും അധികം, പ്രത്യേകിച്ച് ഇവിടെ അപ്വെല്ലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലാണ് ഏറ്റവും അധികം മത്തി ഒരു കാലത്ത് പിടിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഈ മത്സ്യത്തിന്റെ ലഭ്യത കൂടി വരുന്നത്, പണ്ട് ഈ മത്സ്യങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടിയിരുന്ന ഒറീസയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയാണ്. അപ്പൊ അത് മൈഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മാറിപ്പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചകവും കൂടിയാണത്. രണ്ടാമത്തെ പ്രശ്നം, ഇതിനോടൊപ്പം തന്നെ ഈ കാലാവസ്ഥ മാറുന്നത് കൊണ്ട് തന്നെ ഈ മുട്ടയിടുന്ന മത്സ്യങ്ങൾക്ക് പൂർണ്ണ വളർച്ച എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നതിന്റെ അളവ് കൂടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചെറു മത്സ്യങ്ങളുടെ പിടിക്കുന്നതിനകത്ത് നിയന്ത്രണം കൊണ്ടുവന്നത് കേരളമാണ്. എന്നാലും അത് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കുറവായതുകൊണ്ട് ചെറിയ മത്സ്യങ്ങൾ ഇപ്പോഴും വളരെയധികം പിടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ചെറിയ മത്സ്യങ്ങളാണല്ലോ, പ്രത്യേകിച്ചും ജീവിത ദൈർഘ്യം കുറഞ്ഞ മത്തി പോലുള്ള മത്സ്യങ്ങളിൽ ഓരോ വർഷത്തെയും ഈ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും അതിന്റെ സർവൈവലും അതിന്റെ നിലനിൽപ്പും അതുപോലെ തന്നെ അതിനെ പിടിക്കുന്ന അളവും ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട ഒരു മുൻകരുതലാണ്. തീർച്ചയായും നമുക്ക് താങ്കളിലേക്കും ചർച്ചയിലേക്കും മറ്റ് അതിഥിയിലേക്കും ഒക്കെ മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള ഈ നിമിഷം അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം കടുപ്പം കുറിച്ച് തുടരും. കടുപ്പം കുറിച്ചിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ മീനിന്റെ ലഭ്യത, ചൂട് കൂടി കാലാവസ്ഥ മാറിയതുമായി ബന്ധപ്പെട്ട് അത് കടലിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ മത്സ്യലഭ്യത വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്ന സാഹചര്യം. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ബിജുകുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ബിജുകുമാർ, നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധാരണക്കാരുടെ ഏറ്റവും വലിയൊരു വികാരം എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് വിശേഷിപ്പിക്കാം മത്തി കിട്ടാനില്ലാത്തൊരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു കാലാവസ്ഥയിലുണ്ടായ മാറ്റം, ആ ഒരു മത്സ്യ ഉൽപ്പാദനത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ 2012 ഒരു റെക്കോർഡ് മത്തി ഉൽപ്പാദനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഗണ്യമായി ഇതിങ്ങനെ കുറഞ്ഞു മത്തി ലഭ്യത കേരള തീരത്ത് അതിങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു അല്ലേ? ഒരു സമയത്ത് മത്തി കിട്ടാനേ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മത്തിയുടെ വില ഭയങ്കരമായി കൂടിയൊരു അവസ്ഥയുണ്ടായിരുന്നു. ഈ ഭയങ്കര റിച്ചായിട്ടുള്ള ആളുകൾ മാത്രമാണ് മത്തി വാങ്ങുന്നത് എന്നുള്ള ഒരു തരത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകൾ വരുന്ന ദിവസങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മത്തിയുടെ ഒരു ലഭ്യത അത് കേരള തീരത്ത് കുറയാനുണ്ടായ ഒരു സാഹചര്യം അത് വിശദീകരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സർ? ഇതിനൊരു കാലാവസ്ഥാ മാറ്റവും ഈ കടലിന്റെ ഉപരിതല ഊഷ്മാവ് കൂടിയതും ഒരു കാരണമാണ്. അതിനോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ ചെറു മത്സ്യങ്ങളെ വളരെയധികം പിടിച്ചു മാറ്റുന്നതും ഇതിനൊരു കാരണമായിട്ട് വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഈ CMFRA പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് നമുക്ക് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഓക്സിജൻ കുറവുള്ള ഒരുപാട് മേഖലകൾ പുതുതായി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ പ്രദേശങ്ങളിലാണ് പണ്ട് ഈ മത്തിയുടെ ലഭ്യത കൂടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആ പ്രദേശങ്ങളെല്ലാം ഈ മത്സ്യം ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ 3 കാരണങ്ങളും കൂടി ചേർന്നിട്ടാണ് മൊത്തത്തിൽ മത്തിയുടെ ലഭ്യതയിൽ കുറവുണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം ഈ വർഷവും ലഭ്യത അല്പം കൂടിയത് ഒരല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് നിലനിർത്തണമെങ്കിൽ, ഇതിന്റെ സ്റ്റോക്കിങ്ങിനെ തന്നെ നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടി വരും. അതൊന്ന്, ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നതിന്റെ അളവ് കുറയ്ക്കേണ്ടി വരും. ഒപ്പം ഈ പുതിയ സ്രോതസ്സുകൾ, പുതിയ തരത്തിലുള്ള മത്സ്യങ്ങളെ കിട്ടുന്നതും അതിനെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടി വരും എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു പൊരുത്തപ്പെടലിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമുക്ക് ഇനി മത്സ്യമേഖലയിൽ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്, ഇത്തരം മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജുകളും പ്രത്യേക പരിശീലനം ഒക്കെ നമ്മൾ നൽകേണ്ടുന്ന ഒരു സാഹചര്യവും കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്.
തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജി ജയപാൽ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ ജയപാൽ, നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ ഹോട്ടൽ വ്യവസായത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പല റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ ഒരുപാട് ബിസിനസ് പുതുതായിട്ട് വരുന്നുണ്ട്. ഈ മത്സ്യം മീൻ ബ്രാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കടകൾ റെസ്റ്റോറൻറ്റുകൾ പുതുതായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞു പോകുന്നത് വല്ലാതെ ഹോട്ടൽ വ്യവസായത്തെയും ബാധിക്കില്ലേ സാരമായി? തീർച്ചയായിട്ടും മത്സ്യത്തിന്റെ ദൗർലഭ്യവും ഒപ്പം തന്നെ ഇപ്പോഴുള്ള അമിതമായ വില കൂടുതലും ഹോട്ടൽ ഇൻഡസ്ട്രിയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ചൂട് കൂടുതൽ വന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ചിക്കൻ വിഭവങ്ങളിൽ നിന്ന് മാറി ആളുകൾ കൂടുതലായിട്ട് മത്സ്യ വിഭവങ്ങളിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. പ്രത്യേകിച്ച് ആലപ്പുഴ മേഖലകളിലൊക്കെ ചിക്കനും താറാവുകളിലോ അതൊക്കെ നിരോധിച്ചേക്കാണ് പക്ഷിപ്പനിയെ പേടിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹോട്ടലുകളിൽ പിന്നെ കൊടുക്കാവുന്ന അല്ലെങ്കിൽ ആളുകൾ ആവശ്യമുള്ളൊരു വിഭവം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള ഒരു വിഭവം എന്ന് പറയുന്നത് മത്സ്യമാണ്. ആ മത്സ്യത്തിന്റെ അന്യായമായ വിലക്കുറവും ദൗർലഭ്യവും ശരിക്കും ഇൻഡസ്ട്രിയെ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണ ഹോട്ടലുകൾ ഉപയോഗിക്കുന്ന മത്തി, കേര പോലുള്ള മത്സ്യങ്ങൾക്കൊക്കെ ഇരട്ടി കൂടുതലാണ് ഇപ്പൊ വില മേടിച്ചു കൊടുക്കണമെങ്കിൽ. 1000-ന് മുകളിലാണ് നെയ്മീൻ പോലുള്ള മത്സ്യത്തിന്റെ വില. അപ്പൊ ആ മത്സ്യത്തിന്റെ വില വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണ ഹോട്ടലുകൾക്ക് ആ മത്സ്യം മേടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി അത് ശരിക്കും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഹോട്ടലുകളിൽ ഈ മീൻ ഡിഷസ് ഒക്കെ ആളുകൾ ചോദിച്ചു വന്നാലും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പലയിടത്തും ഇപ്പൊ കരിമീനൊക്കെ കൂടുതലും പുറത്തുനിന്ന് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ കരിമീനൊന്നും ഒരു കടയിലും ഇല്ല. അതുപോലെ തന്നെ നെയ്മീൻ എങ്ങനെ 1200, 1300 കൊടുത്ത് നെയ്മീൻ മേടിച്ച് പൊരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ചെറുകിട ഇടത്തരം ഹോട്ടലുകളിൽ ഇപ്പൊ ഒരു സ്റ്റാർ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം വിലക്കുറവ് അത്ര ബാധിക്കില്ല. പക്ഷെ സാധാരണക്കാർ കയറുന്ന ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തിന്റെ ദൗർലഭ്യം, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഈ ചൂട് അമിതമായിട്ട് കൂടിയിരിക്കുകയും ചിക്കൻ വിഭവങ്ങളോട് ആൾക്കാർ താല്പര്യം കാണാതിരിക്കുകയും ഒപ്പം തന്നെ പക്ഷിപ്പനി പോലുള്ള ഭീതി പുലർത്തുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മത്സ്യ ദൗർലഭ്യം കൂടി വരുമ്പോൾ, അതിന്റെ വില കൂടുതലും വരുമ്പോൾ സത്യം പറഞ്ഞ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി കാലഘട്ടമാണത്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഏതെങ്കിലുമൊക്കെ ഡിഷസിന് വില കൂടിയിട്ടുണ്ടോ? ഈ മീൻ ഡിഷസിനൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കറിയാലോ, മത്സ്യം എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പൊ മിക്കവാറും നമ്മൾ കിട്ടുന്നതിനനുസരിച്ചാണ് വിൽക്കുന്നത്. പക്ഷെ ഇതിനൊരു പരിധിയുണ്ട്. ഇപ്പൊ 160 രൂപ 150 രൂപ നിന്നിരുന്നപ്പോ കേര നമ്മൾ മീൻ കറിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇന്ന് അതിന്റെ വില 350, 360, അതായത് ഇരട്ടി കൂടുതലാണ് വില വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സാധാരണ മത്തിയുടെ വില പോലും ഇരട്ടിയായി. ഇന്നിപ്പോ മത്തിക്ക് 250 രൂപ മത്തിക്ക് വിലയുണ്ട്. അപ്പൊ അങ്ങനെ 100 രൂപയ്ക്ക് ഉണ്ടായിരുന്നു മത്തിക്ക് വില ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചെറിയ ഹോട്ടലിൽ എന്തോരാണ് വില കൂട്ടുന്നത്? ഒരു 60 രൂപ 70 രൂപ കൊടുത്തിരുന്ന മീൻകറി 140 രൂപയാക്കാൻ പറ്റില്ലല്ലോ. അതിന് കൂടിയെന്നാൽ 10 രൂപ 20 രൂപ കൂട്ടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫ്രൈ ആക്കി കൊടുക്കുന്ന ഐറ്റംസിനും നമുക്ക് കൂട്ടുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഇരട്ടി കൂടുതൽ വില കൂടുമ്പോൾ അത് ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും കൊടുക്കാനില്ലാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് മത്സ്യം മാത്രം ആകർഷണീയമായിട്ട് കൊടുക്കുന്ന ഒത്തിരിയേറെ ഹോട്ടലുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ അവരെ സംബന്ധിച്ചോളം നഷ്ടം സഹിച്ചാണെങ്കിലും കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഈ ബിസിനസ്സിന് ഒത്തിരിയേറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യത്തെ മാത്രം ബ്രാൻഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരുപാട് പുതിയ ഹോട്ടലുകൾ വരുന്ന ഒരു സമയം കൂടിയാണ്. ആളുകൾ അത്രത്തോളം മീൻ ഡിഷസിൽ ഒരുപാട് പുതിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അത് കഴിക്കണം എന്ന് ആളുകൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ? തീർച്ചയായും. ഇപ്പൊ നമുക്കറിയാം, പൊതുവെ ജനങ്ങളുടെ ഒരു ഇതനുസരിച്ച് ബീഫിൽ നിന്നും ചിക്കനിൽ നിന്നും മാറി മത്സ്യവിഭവങ്ങളിലേക്ക് ആകർഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ ചൂട് സമയത്ത് ആൾക്കാർ ചിക്കൻ അധികം കഴിക്കില്ല. പൊതുവെ റെഡ് മീറ്റിനോട് കുറച്ച് താല്പര്യം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മത്സ്യവിഭവങ്ങളും കൂടുതലായിട്ട് ആകർഷണീയമായിട്ടുള്ള സ്ഥാപനങ്ങളും കൂടുതലായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. പക്ഷെ അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ഒരു പരിധി വരെ നഷ്ടത്തിലാണ്, പ്രതിസന്ധിയിലാണ്. മറ്റുള്ള ഹോട്ടലുകളും നമുക്കറിയാം, സാധാരണ നാടൻ കടകളൊക്കെ എല്ലായിടത്തും തന്നെ ഫിഷ് കറി കൂട്ടുള്ള ഊണാണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഫിഷ് ഫ്രൈ, സാധാരണ നത്തോലി പോലുള്ള ഫിഷുകളും കിളിമീനും മത്തിയൊക്കെ കൂടുതലുള്ള സാധാരണ മത്സ്യങ്ങൾ കൂട്ടിയുള്ള ഊണുകളാണ് സാധാരണക്കാർ ഒത്തിരി കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതൊക്കെ ഇന്ന് മേടിച്ചു കൊടുക്കണമെങ്കിൽ ഹോട്ടലുകാരൻ നഷ്ടം സഹിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണോ നിലവിലുള്ളത്? അന്യ സംസ്ഥാനങ്ങളിൽ മീൻ വരുന്നില്ല, അതും ഒരു പ്രതിസന്ധിയുണ്ട്. പുറത്തുനിന്ന് മീൻ അധികം ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഫിഷിനെ ആശ്രയിച്ചാണ് ഇപ്പൊ ഒരു പരിധി വരെ നമ്മളിവിടെ പോകുന്നത്. മറ്റത് കരിമീനൊക്കെ പുറത്തുനിന്ന് ഒത്തിരി വന്നുകൊണ്ടിരുന്നു, ഇപ്പൊ അത് വരുന്നില്ല.
തീർച്ചയായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മീൻ വരാത്തത് അതും ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാം എന്നുള്ള ഒരു ഓപ്ഷനെങ്കിലും ഹോട്ടലുകൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ വീണ്ടും ശ്രീ ഡോക്ടർ ബിജുവിലേക്ക് വരികയാണ്. ശ്രീ ഡോക്ടർ ബിജു, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവേ നമ്മൾ ഈ കടലിലേക്ക് ഇറങ്ങുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന കാര്യമാണ്, അവർക്ക് കടലിനെ അറിയാം, കടലിൻ്റെ സാഹചര്യങ്ങൾ അറിയാം, എവിടെ മീൻ കിട്ടും എവിടെ മീൻ കിട്ടില്ല എന്നുള്ള സാഹചര്യങ്ങൾ അറിയാം. പക്ഷേ ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നതുമൂലം കടലിൻ്റെ സാഹചര്യം തന്നെ മാറി. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഓക്സിജന്റെ ലഭ്യത കുറവുള്ള പല മേഖലകളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ്, എന്താണ് ആ പ്രതിഭാസത്തിന് പിന്നിൽ? അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ഓക്സിജൻ കുറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഈ ചൂട് കൂടുമ്പോൾ, പ്രത്യേകിച്ച് ചില മേഖലകളിൽ, ആഴം കുറഞ്ഞ മേഖലകളിൽ ഉൾപ്പെടെ ഈ വെള്ളത്തിന് ഓക്സിജൻ പിടിച്ചു വെക്കാനുള്ള ശേഷി ഇല്ലാതാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓക്സിജൻ കുറഞ്ഞ മേഖലകൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ രൂപപ്പെടുന്നത്. അത് കടലിലെ ജലപ്രവാഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആണ് ഇതെവിടെ ഉണ്ടാകുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകൾ കൂടുന്നത് ഒരുപക്ഷെ നേരത്തെ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന ആൾക്കാർക്ക് ഒരു വെല്ലുവിളിയാണ് എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു പ്രശ്നം ഇനി കാലാവസ്ഥാ മാറ്റം ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത്തരം മേഖലകൾ കൂടാനുള്ള ഒരു സാധ്യതയും കൂടി നമ്മൾ കണക്കാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചും ഇത് നമ്മൾ കടൽ വിഭവ ലഭ്യതയുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മത്സ്യലഭ്യതയുമായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതെവിടെ കിട്ടുമെന്ന് അറിഞ്ഞുവെങ്കിൽ ഇപ്പോൾ അത് പ്രവചനാതീതമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവചനാതീതമായ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് കഴിയണം. ഒന്ന്. രണ്ടാമത്, മത്സ്യലഭ്യതയിൽ വന്ന മാറ്റങ്ങൾ പൊതുവായ ഈ റെസ്റ്റോറൻറ്റിന്റെ ആൾക്കാരായാലും അതുപോലെ തന്നെ മത്സ്യ വിപണനം നടത്തുന്ന ആൾക്കാരിലും തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ടാണ് പലപ്പോഴും മത്സ്യകൃഷി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം, നമുക്ക് ഈ വില കുറച്ച് ചെറു മത്സ്യങ്ങൾ കിട്ടുമായിരുന്നു കടലിൽ നിന്ന്. ഇപ്പോഴുള്ള പ്രശ്നം, വ്യാപകമായിട്ട് മത്സ്യകൃഷി വന്നതോടുകൂടി ഈ ചെറു മത്സ്യങ്ങളൊക്കെ തന്നെ ഈ മത്സ്യത്തിനുള്ള ആഹാരം ഉണ്ടാക്കാനുള്ള ഫാക്ടറികളിലേക്ക് മാറ്റപ്പെടുക. അപ്പൊ അങ്ങനെ നമുക്ക് ചെറിയ മത്സ്യങ്ങൾ കിട്ടാത്തൊരവസ്ഥയും കൂടി മത്സ്യത്തിന്റെ മൊത്തത്തിലുള്ള വില വർധനവിന് കാരണമാകുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഈ അതികഠിനമായ ഈ വേനൽക്കാലം അത് കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലം ഉണ്ടാകും, ആ ഒരു സീസൺ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ഇത് നമുക്ക് ആ കൂടെ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പുതിയ മത്സ്യങ്ങളിൽ കൂടുതൽ പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്. മത്സ്യങ്ങൾ ഉള്ള മേഖലകൾ അറിയാനുള്ള സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്, റിമോട്ട് സെൻസിങ്ങിന്റെ ഒക്കെ സഹായത്തോടു കൂടി. അത്തരം മേഖലകൾ തിരിച്ചറിയുകയും കുറച്ച് ആഴക്കടലിലേക്കും ഇത്തരം മത്സ്യങ്ങൾ കേന്ദ്രീകരിക്കുന്ന മേഖലകളിലേക്കും കൂടി നമുക്ക് മത്സ്യം പിടിക്കുന്ന മേഖല വ്യാപിപ്പിക്കുകയും മറ്റ് ബദൽ മാർഗങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മത്സ്യലഭ്യതയെ സംബന്ധിച്ച് നമുക്ക് ഓർക്കാനുള്ള ഒരു കാര്യം. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ഡോക്ടർ എ ബിജു ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഒപ്പം ജി ജയപാൽ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേർന്നതിനും. എന്തായാലും നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വന്ന 2 അതിഥികൾക്കും നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.